ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇന്നലെ നമ്മൾ അടിപൊളിയായിട്ട് 3 ചാപ്റ്റേഴ്സ് സുവോളജിയും 2 ചാപ്റ്റർ ബോട്ടണിയും കിടിലമായിട്ട് സൂപ്പർ 6 പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ മക്കളെ? അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വരുന്ന ബാക്കി ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്, അതിന്റെ ഡിസ്കഷൻ. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ഈ ലൈവിന്റെ ലിങ്ക് നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നിട്ട് എല്ലാവരോടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വർക്കൗട്ട് സെഷൻ കൃത്യമായിട്ടൊന്ന് കാണാൻ പറയൂ. കറക്റ്റ് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിസ്കഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പോൾ ഇന്ന് സുവോളജി മാത്രമല്ല ബോട്ടണി നമ്മൾ ഡിസ്കസ് ചെയ്യും. 2 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇന്ന് ഒറ്റ ലൈവിൽ തന്നെ എന്ത് ചെയ്യാൻ പോവുകയാണ്, വർക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ മക്കളെ എല്ലാവരും ഇനി ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്തിരിക്കുകയാണോ? എല്ലാവരും എന്ത് ചെയ്യുക, ലൈവിന്റെ ലിങ്ക് എല്ലാ മക്കൾക്കും നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാം ഷെയർ ചെയ്യുക. ഓക്കെ, യെസ്, ഗുഡ് ഈവനിങ്. യെസ് ഓക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബയോളജിയുടെ ആദ്യം നമുക്ക് സുവോളജി തന്നെ ഡിസ്കസ് ചെയ്യാം അല്ലേ? എന്താ പറയുന്നു, നമുക്ക് സുവോളജി ഡിസ്കസ് ചെയ്താലോ? യെസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഫസ്റ്റ് സുവോളജി പോരെ ആദ്യം? ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് സുവോളജി തന്നെ തുടങ്ങാം. അപ്പോൾ തുടങ്ങാൻ പോവുകയാണ് നമ്മൾ. അപ്പോൾ ഷെയറിങ്ങിന്റെ കാര്യം മറക്കട്ടെ, എല്ലാവരും ലൈവിന്റെ ലിങ്ക് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സുവോളജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ തുടക്കം തന്നെ ഗംഭീരമാകട്ടെ. എല്ലാവരും ചെണ്ട കൊട്ടി, എല്ലാവരും എന്ത് ചെയ്യുക, കുറേ തീ ഒന്ന് കോരിയിട്ടേക്കുന്നത്, അവിടെ ആ ഫയർ ഇമോജി എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കട്ടെ. യെസ്, കമന്റ് ബോക്സ് നിന്ന് കത്തട്ടെ, അടിപൊളിയായിട്ട്. അപ്പോൾ ജിൽ എന്ന് എല്ലാവരും ഇരിക്കുക. അപ്പോൾ നമുക്ക് ജിൽ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. റെഡി? സോ അങ്ങനെയെങ്കിൽ നമ്മൾ തുടങ്ങുകയാണ്. സുവോളജിയുടെ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇതായിരുന്നു. വാട്ട് ആർ യൂറോകോഡേറ്റ്സ്? ഗീവ് 1 എക്സാമ്പിൾ. ഓക്കെ, യൂറോകോഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരൊറ്റ എക്സാമ്പിൾ ആണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. മക്കളെ, യൂറോകോഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? യൂറോകോഡേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡേറ്റ്സ് തന്നെയാണ്, പക്ഷെ അവരുടെ കേസിൽ ലാർവൽ ടെയിലിൽ മാത്രം അല്ലെ, ലാർവൽ ടെയിലിൽ മാത്രമേ എന്തുള്ളൂ, നോട്ടോകോഡ് ഉള്ളൂ. നോട്ടോകോഡ് എവിടെ മാത്രമാണ്? ലാർവയിലെ ടെയിലിൽ മാത്രം ആ നോട്ടോകോഡുള്ള ജീവികളെയാണ് യൂറോകോഡേറ്റ്സ് എന്ന് വിളിക്കുന്നത്. യൂറോകോഡേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ എക്സാമ്പിൾ പഠിക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒരു കോഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. പാവം അല്ലെ, ലാർവയുടെ ടെയിലിൽ മാത്രമേ ഉള്ളൂ അവർക്ക് നോട്ടോ കോഡ്. അപ്പോൾ ദേ ആർ വെരി സാഡ് അല്ലെ, സാഡ്, SAD. ഏതൊക്കെയായിരുന്നു? എസ് സാൽപ്പ, A അസിഡിയ, D ഡൊളിയോളം. സോ അസിഡിയ, സാൽപ്പ, ഡൊളിയോളം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ഞാനിപ്പോൾ സാൽപ്പ ഇവിടെ എഴുതാം. ഒരു എക്സാമ്പിൾ കൂടി ചോദിച്ചിട്ടുണ്ട്, 1 എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സാൽപ്പ നിങ്ങൾക്ക് എഴുതാം, അസിഡിയ നിങ്ങൾക്ക് എഴുതാം. അസിഡിയയും നമുക്ക് ഫിഗർ പഠിക്കാനുള്ളതാണ്. അസിഡിയ നിങ്ങൾക്ക് എഴുതാം, ഡൊളിയോളം നിങ്ങൾക്ക് എഴുതാം. മക്കളെ, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ടത് ഫിഗർ തന്നിട്ടുള്ള എക്സാമ്പിൾസിനാണ്. ഓക്കെ, ഫിഗർ തന്നിട്ടുള്ള എക്സാമ്പിൾസ് നല്ലോണം എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ, ഫിഗർ തന്നിട്ടുള്ള എക്സാമ്പിൾസ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ കറക്റ്റായ എല്ലാവരും കമന്റ് ചെയ്യണ്ട, ലൈക്ക് ഒന്ന് അടിച്ചേക്ക്. യെസ്, ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ടുള്ള എല്ലാവരും ലൈക്ക് അടിച്ചേക്കണം കേട്ടോ. ലൈക്ക് അടിക്കാൻ വിട്ടുപോയിട്ടുള്ളവരുണ്ടാവും. അപ്പൊ ലൈക്ക് ഒന്ന് അടിച്ചേക്ക്. അപ്പൊ നിങ്ങളുടെ ശരി ഉത്തരം എനിക്ക് കണക്കാക്കാമല്ലോ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെഡി? യെസ്, ഒരുപാട് പേര് ഇവിടെ കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അങ്ങനെ തന്നെ പോട്ടെ. സോ അങ്ങനെയെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ലിവിംഗ് ഫോസിൽ? ലിവിംഗ് ഫോസിൽ എന്നറിയപ്പെടുന്നത് ഇതിനകത്ത് ആരാണ്? നമുക്കറിയാം, ആർത്രോപോഡയ്ക്കകത്താണ് അല്ലെ, ഫൈലം ആർത്രോപോഡയിലാണ്. വെയിറ്റ്, കമന്റ് ബോക്സ് ഒക്കെ ആൻസർ കൊണ്ടങ്ങ് ഇങ്ങനെ ഓടുകയാണ്. കുഴപ്പമില്ല, നിങ്ങൾക്ക് ആൻസർ പറയാനുള്ള ആവേശം ഞാൻ മനസ്സിലാക്കുന്നു. എന്നാലും ഞാനൊരു പോയിന്റ് പറഞ്ഞോട്ടെ. ഫൈലം ആർത്രോപോഡയ്ക്കകത്താണല്ലോ നമ്മൾ ലിവിംഗ് ഫോസിൽ പഠിക്കുന്നത്. ആ ജീവിയുടെ പേരാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അത് വേറെ ആരുമല്ല, ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ലിമുലസ്. ഓക്കെ, ലിമുലസിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ നോക്കട്ടെ. ലിമുലസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് ആര് കമന്റ് ചെയ്യും നോക്കട്ടെ? ലിമുലസിനെ അറിയപ്പെടുന്ന മറ്റൊരു പേര് വേഗം ഒന്ന് കമന്റ് ചെയ്തേ. ലിമുലസിന്റെ മറ്റൊരു പേര്. വെരി ഗുഡ്. യെസ്, ഇറ്റ് ഈസ് കിങ് ക്രാബ് അല്ലെ. കിങ് ക്രാബ് എന്നുകൂടി അറിയപ്പെടുന്ന രാജഞണ്ട്. ഓക്കെ, കിങ് ക്രാബ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ലിമുലസ്. അപ്പൊ ലിമുലസ് എന്ന ഉത്തരം ശരിയായവരെല്ലാം വീണ്ടും ലൈക്ക് അടിച്ചേക്കൂ. ഒരിക്കൽ ലൈക്ക് അടിച്ചാൽ ഇനി അടിക്കരുത് കേട്ടോ, എങ്കിൽ ലൈക്ക് പോകും. ഓക്കെ, സോ ഒരിക്കൽ അടിച്ചിട്ടില്ല എങ്കിൽ മാത്രം ലൈക്ക് അടിച്ചേക്കും. ഇനി അല്ല, ശരിയായി എന്നുള്ളവരാണെങ്കിൽ സന്തോഷിപ്പിൻ, ആഹ്ലാദിപ്പിൻ. നിങ്ങളുടെ ഉത്തരം ശരിയായിരിക്കുകയാണ്. ഓക്കെ, ലിമുലസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കുകയാണ്. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടർ ഓഫ് ടീനോഫോറൻസ്? ടീനോഫോറയുടെ ക്യാരക്ടർ അല്ലാത്തത് ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ടീനോഫോറയുടെ അല്ലാത്തത് ഹൂക്സ് ആൻഡ് സക്കേഴ്സ്. അയ്യോ, ഇത് അല്ല, കാരണം ഇത് ടെറിഡോഫൈറ്റ്സിന്റെ ക്യാരക്ടറാണ് അല്ലെ, ടെറിഡോഫൈറ്റ്സിന്റെ ക്യാരക്ടറാണ്.
സ്പെല്ലിംഗ് തന്നെ മാറിയല്ലോ. ടെറിഡോഫൈറ്റ്സ്. ഓക്കെ, ടെറിഡോഫൈറ്റ്സ് അല്ലല്ലോ, സോറി, ബോട്ടണി കയറി വന്നിരിക്കുന്നു. പ്ലാറ്റി ഹെൽമിന്തസ്. ഓക്കെ, സോ നമുക്കറിയാം നമ്മുടെ ടീനോഫോർ, ഫൈലം ടീനോഫോർ കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ളതാണ് പ്ലാറ്റി ഹെൽമിന്തസ്. പ്ലാറ്റി ഹെൽമിന്തസ് അവരുടെ ക്യാരക്ടറാണ് അല്ലേ പ്ലാറ്റി ഹെൽമിന്തസ്. ടെറിഡോഫൈറ്റ് എന്താ ചെയ്യുക, എനിക്കെന്നെ അറിയില്ല. ബോട്ടണി ഇടയ്ക്കൂടി ഒന്ന് ജസ്റ്റ് ക്രോസ് ഓവർ ചെയ്ത് പോയതാണ്, പൊയ്ക്കോട്ടെ അല്ലേ, അങ്ങനെ അടുത്ത വഴി അങ്ങ് പൊയ്ക്കോട്ടെ. ഓക്കെ, സോ പ്ലാറ്റി ഹെൽമിന്തസ്, ഫൈലം പ്ലാറ്റി ഹെൽമിന്തസിലാണ് ആക്ച്വലി ഹൂക്സ് ആൻഡ് സക്കേഴ്സ്. അവരുടെ എൻഡോ പാരസൈറ്റിക് അഡാപ്റ്റേഷൻ ആണ്. ബയോലൂമിനസെൻസും കോംപ്ലേറ്റ്സും എക്സ്ക്ലൂസീവ്ലി മറൈൻ എന്നൊക്കെ പറയുന്നത് ആരുടെ തന്നെ പ്രോപ്പർട്ടിയാണ്, ടീനോഫോറൻസിന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഹൂക്സ് ആൻഡ് സക്കേഴ്സ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ആൻസർ ശരിയായ എത്ര പേരുണ്ട്? യെസ്, ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. യെസ്, കുഴപ്പമില്ല. എൻ്റെ ഒരു തെറ്റൊന്ന് വിട്ടേക്കടാ, പാവല്ലേടാ, ജീവിച്ചു പോട്ടടാ. ഓക്കെ, ശരി, ഒരു നാക്ക് പിഴയല്ലേ, ഞാനത് തിരുത്തിയില്ലേ? യെസ്. ഓക്കെ, ശരി. അതുപോലെ തന്നെ ഇത് കമന്റ്, ഇത് ശരിയായിട്ടുള്ള എല്ലാവരും എന്ത് ചെയ്യുക, ഒരു തംസ് അപ്പ് അയച്ചേക്ക് കേട്ടോ. എല്ലാവരും ഒന്ന് കമന്റിൽ തംസ് അപ്പ് അയച്ചേക്ക്. ഓക്കെ, അപ്പോൾ ഹൂക്സ് ആൻഡ് സക്കേഴ്സ് ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which class of animals possess crops and gizzard in their digestive system? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് ക്രോപ്സും ഗിസാർഡ് എന്ന് പറയുന്ന രണ്ട് സ്പെഷ്യൽ അറകളുള്ള ഒരു ക്ലാസ് ഓഫ് ഗ്രൂപ്പ്സ് നമ്മുടെ എന്താ പറയുക ടെട്രാപോഡൻസിനകത്ത് വരുന്ന ഒരു ക്ലാസ് ഉണ്ട്. ആരാണത്? യെസ്, ഇറ്റ് ഈസ് ഏവ്സ്. ആഹാ, ആൻസേഴ്സ് ഒക്കെ വന്നല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. ഏവ്സിനാണ്, പക്ഷികൾക്കാണ് ക്രോപ്സ് എന്നും ഗിസാർഡ്സ് എന്നും പറഞ്ഞ് സ്പെഷ്യൽ അറകളുള്ളത് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മൊണീഷ്യസ് ആൻഡ് ഡൈഷ്യസ് ആനിമൽ. എന്താണ് മോണോ ഈഷ്യസും എന്താണ് ഡൈഷ്യസ് എന്ന് പറയുന്നത്? മൊണീഷ്യസ് എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് എവിടെ കാണപ്പെടുന്നു? ഇൻ ദ സെയിം ഓർഗാനിസം, ഇൻ ദി സെയിം ഇൻഡിവിജ്വൽ ഓർഗാനിസം അല്ലെ. ഒരു ജീവിയിൽ തന്നെ ആയിരിക്കും ആണും പെണ്ണും കാണപ്പെടുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൊണീഷ്യസ് എന്ന് വിളിക്കുന്നത്. അതേസമയം ഡൈഷ്യസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഡൈഷ്യസിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് ആർ ഇൻ ഡിഫറെൻ്റ് ഓർഗാനിസം അല്ലെ, ഡിഫറെൻ്റ് ഓർഗാനിസം. രണ്ട് വ്യത്യസ്ത ജീവികളിലായിരിക്കും ഈ പറയുന്ന ആൺ പെൺ ഓർഗൻസ് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ ആണും പെണ്ണും വെവ്വേറെ ആയിരിക്കും. പക്ഷെ മൊണീഷ്യസിൽ ആണ് പെണ്ണെന്നൊരു വ്യത്യാസമില്ല. ആൺ ജീവി പെൺ ജീവി ഇല്ല. മെയിൽ പോർഷനും ഫീമെയിൽ പോർഷനും ഒരു ജീവിയിൽ തന്നെ കാണുമ്പോഴാണ് നമ്മൾ മൊണീഷ്യസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ശരിയാക്കിയോ? ബൈസെക്ഷൽ എന്ന് പറയാടാ, ബൈസെക്ഷൽ എന്ന് പറയാം. ബൈസെക്ഷൽ ആണ് മൊണീഷ്യസ് കണ്ടീഷൻ കേട്ടോ. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ അല്ലേടാ? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റെഡി? വാട്ട് ആർ ദ 4 ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്? ഗിവ് 1 എക്സാമ്പിൾ ഈച്ച്. ഓക്കെ, 4 ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഏതൊക്കെയാണ്? 4 തട്ടുകളിലായിട്ട് നമുക്ക് ജീവികളെ ക്ലാസിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ബോഡി ഓർഗനൈസേഷനെ ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ് ആ 4 ലെവൽസ്? ഓക്കെ, ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് സെല്ലുലാർ ലെവലാണ്. സെല്ലുലാർ ലെവൽ. രണ്ടാമത്തത് ടിഷ്യൂ ലെവൽ. ടിഷ്യൂ ലെവൽ. മൂന്നാമത്തത് ഓർഗൻ ലെവൽ. ഓർഗൻ ലെവൽ. നാലാമത്തത് ഓർഗൻ സിസ്റ്റം ലെവൽ. ഓക്കെ, സെല്ലുലാർ ലെവൽ, ടിഷ്യൂ ലെവൽ, ഓർഗൻ ലെവൽ, ഓർഗൻ സിസ്റ്റം ലെവൽ. സോ ഇങ്ങനെയാണത് വരുന്നത്. അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഗിവ് 1 എക്സാമ്പിൾ ഈച്ച് എന്നാണ്. സോ ഓരോന്നിനും എക്സാമ്പിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. സെല്ലുലാർ ലെവലിൽ നമുക്ക് പൊരിഫറയപ്പെട്ട ആരെ വേണമെങ്കിൽ എഴുതാം. സ്പോഞ്ച് എഴുതാം. നിങ്ങളില്ല സ്പോഞ്ച് എന്ന് അല്ലെങ്കിൽ പൊരിഫറ എന്ന് ആണ് എഴുതിയെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്ത ടിഷ്യൂ ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് തൊട്ടടുത്ത് സീലൻട്രേറ്റ അല്ലെങ്കിൽ ടീനോഫോറൻസിന് എഴുതാം. ഏതായാലും കുഴപ്പമില്ല, സീലൻട്രേറ്റ് എഴുതാം നമുക്ക്. ഓർഗൻ ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് പ്ലാറ്റി ഹെൽമിന്തസ് എഴുതാം. ഓർഗൻ സിസ്റ്റം ലെവലിൽ നിങ്ങൾക്ക് മനുഷ്യനെ തന്നെ എഴുതാം, ഹ്യൂമൻ ബീയിങ്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾസ് കൂടി എഴുതാവുന്നതാണ്. ക്ലിയർ അല്ലേടാ? സോ ഇതാണ് അവരുടെ ഓരോ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് റൈറ്റ് ദ ഫാമിലി ആൻഡ് ഡിവിഷൻ ഓഫ് വീറ്റ്. ഇപ്പോൾ വീറ്റിൻ്റെ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. വീറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുള്ള അല്ലേ, നമുക്ക് ലിവിങ് വേൾഡ് എന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽ പഠിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഏതെന്ന് പറയുന്നത്, വീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വീറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വീറ്റിൻ്റെ എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഫാമിലിയും അതുപോലെ തന്നെ ഡിവിഷനുമാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, വീറ്റിൻ്റെ ഫാമിലി എന്ന് പറയുന്നത് പൊയേസിയേ അല്ലെ, പുൽവർഗത്തിൽ വരുന്ന എല്ലാവർക്കും പൊയേസി എന്നാണ് ഫാമിലി നെയിം അല്ലേ.
പൊയേസിയെ. പൊയേസിയാണ് അതിൻ്റെ എന്ന് പറയുന്നത്. യെസ്, ഫാമിലി. ഇനി ഏതാ ചോദിച്ചിരിക്കുന്നത്? ഡിവിഷൻ. ഫൈലത്തിന്റെ മറ്റൊരു വാക്കാണ് ഡിവിഷൻ. ഫൈലം നമ്മൾ സുവോളജിയിലാണ് ഉപയോഗിക്കുന്നത്, ഡിവിഷൻ നമ്മൾ ബോട്ടണിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇവരെല്ലാവരും പൂക്കുന്നവരായതുകൊണ്ട് തന്നെ ആൻജിയോസ്പേമുകളാണ്. സോ ആൻജിയോസ്പേമി. ഓക്കെ, ആൻജിയോസ്പേമ ആയിരിക്കും അവരുടെ ഏതെന്ന് പറയുന്നത് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു ആ ചോദ്യത്തിന്റെ ആൻസർ. ഫാമിലി പൊയേസിയയും ഡിവിഷൻ ആൻജിയോസ്പേമയും. ഇത് എല്ലാവർക്കും കറക്റ്റ് ആയോടാ? കറക്റ്റ് ആയോ? എല്ലാവർക്കും കറക്റ്റ് ആയോ? യെസ് യെസ് യെസ്, കറക്റ്റ് ആയി എന്ന് പറയുന്നവരുണ്ട്. കറക്റ്റ് ആയെങ്കിൽ വളരെ 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 നല്ല കാര്യം. യെസ് യെസ്, ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോൾ എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുണ്ട്. കറക്റ്റ് ആയവരെല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ സ്നേഹം എല്ലാവരും ഒന്ന് ഒരു ചുവന്ന റെഡ് ഹാർട്ട് ഒന്ന് അയച്ചേക്ക്. യെസ്. അപ്പോൾ അതാണ് ഏതെന്ന് പറയുന്നത് 7ാമത്തെ ചോദ്യം. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു മാച്ച് ദി ഫോളോയിങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. ഫസ്റ്റ് മൊളസ്ക. മൊളസ്ക എന്ന് പറയുന്നതിന് കറക്റ്റ് റാഡുല, റാസ്പിംഗ് ഓർഗൻ ആയിട്ടുള്ള റാഡുല ഇവിടെ കിടപ്പുണ്ട്. റാസ്പിംഗ് ഓർഗൻ ആണത്, ഇതാ കിടക്കുന്നു റാസ്പിംഗ് ഓർഗൻ. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തു നമ്മൾ. ഓക്കെ, അടുത്ത ആർത്രോപോഡ. ആർത്രോപോഡയ്ക്ക് ബാലൻസ് ചെയ്തിരുന്നത് സ്റ്റാറ്റോസിസ്റ്റുകളാണ്. ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഫോർ ബാലൻസിങ്ങിനാണ് അത് സഹായിക്കുന്നത്. അനലിഡ. അനലിഡ അതിന് അവർക്കാണ് ഏതുള്ളത്? പാരാപോഡിയ. പാരാപോഡിയ എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഹെൽപ്സ് ഫോർ സ്വിമ്മിങ്, നീന്താനായിട്ട് സഹായിക്കുന്നു അല്ലെ. പ്ലാറ്റി ഹെൽമെത്തിസിനാണ് ഫ്ലെയിം സെൽസ് ഉള്ളത്. ഫ്ലെയിം സെൽസ് എന്തിനു സഹായിക്കുന്നു? ഇറ്റ് ഹെൽപ്സ് ഫോർ എക്സ്ക്രീഷൻ. അതെന്തിനു സഹായിക്കുന്നു? എക്സ്ക്രീഷന് സഹായിക്കുന്നു. ഇതാണ് ആ മാച്ച് ദി ഫോളോയിങ്. നല്ല എളുപ്പമല്ലേ? നല്ല എളുപ്പം. നമ്മൾ ഇന്നലെ പഠിച്ച ആ ഒരു കുറേ എക്സാമ്പിൾസും വേർഡ്സും അതിന്റെ സമ്മറിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മുടെ ഈ പറയുന്ന മാച്ച് ദി ഫോളോയിങ്. ശരിയാക്കിയില്ലേ എല്ലാവരും? യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. ഒരുപാട് പേര് കറക്റ്റ് ആൻസേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ നമുക്ക്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ 2 ഫോംസ് ഓഫ് സീലൻഡ്രേറ്റ്സ്. വാട്ട് ഈസ് മെറ്റാജനസിസ്? നെയിം ആൻ അനിമൽ ഷോയിങ് മെറ്റാജനസിസ്. എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. 2 ഫോം സീലൻഡ്രേറ്റഡ്, 2 ഫോംസ്, ബോഡി ഫോംസ് ഏതൊക്കെയാ? ഒന്ന് മെഡൂസ, രണ്ടാമത് പോളിപ്പ് അല്ലെ. മെഡൂസയും പോളിപ്പും. എം പോലെ ഇരിക്കുന്നതാണ് മെഡൂസ അല്ലെ, പി പോലെ ഇരിക്കുന്നതാണ് പോളിപ്പ്. ഫിഗർ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ. സോ മെഡൂസയും പോളിപ്പും. എന്താണ് മെറ്റാജനസിസ്? മെറ്റാജനസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷനെയാണ് മെറ്റാജനസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ മെറ്റാജനസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. നെയിം ആൻ അനിമൽ ഷോയിങ് മെറ്റാജനസിസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. അതായത് ഒരു ഫോം പോളിപ്പ് ആണെങ്കിൽ അടുത്ത ഫോം മെഡൂസ, അടുത്തത് പോളിപ്പ്, അടുത്തത് മെഡൂസ. ഇങ്ങനെ കാണിക്കുന്നതിന് എക്സാമ്പിൾ ഏതായിരുന്നു മക്കളെ? ഒബീലിയ. ഏതായിരുന്നു? ഒബീലിയ അല്ലെ. ഒബീലിയ ആയിരുന്നു അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. മെറ്റാജനസിസ് കാണിക്കുന്നതിന് എക്സാമ്പിൾ ആരായിരുന്നു? ഒബീലിയ. മറക്കണ്ട, ഒബീലിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 4 ഡിഫറൻസസ് ബിറ്റ്വീൻ കോൺട്രിക്ടൈസ് ആൻഡ് ഓസ്റ്റിക് തൈസ്. കാർട്ടിലേജിനസ് ഫിഷസും അതുപോലെ ബോണി ഫിഷസും തമ്മിലുള്ള 4 ഡിഫറൻസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇന്നലെ തന്നെ ആ ഫുൾ ടേബിളും തന്നിട്ടുണ്ടായിരുന്നു. ഓൾ ഡിഫറൻസസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 4 പോയിന്റ്സ് അങ്ങോട്ട് എഴുതുക. ഓക്കെ, അത്രയും നമുക്കിവിടെ പറഞ്ഞിട്ടുള്ളൂ. 4 ഡിഫറൻസ് എഴുതാനായിട്ട്. എഴുതിക്കൂടെ? ഈസി അല്ലേ? പറയടാ, ഈസി അല്ലേ? യെസ്, അത്രേ ഉള്ളൂ. ഒരുപാട് പേര് എഴുതി ഈസി. ഓക്കെ, മതി. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് എഴുതിയാലോ? കോൺട്രിക്ടൈസും ഓസ്റ്റിക് തൈസും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. ഓക്കെ, ഒന്ന്, അവരുടെ മൗത്ത് നമുക്ക് എടുക്കാം. കോൺട്രിക്ടൈസിന് വെൻട്രൽ മൗത്ത് ആണ്, എന്നാൽ ഓസ്റ്റിക് തൈസിന് ടെർമിനൽ മൗത്ത് ആണ്. അടുത്ത, കോൺട്രിക്ടൈസിന്റെ കേസിൽ അവർക്ക് കാർട്ടിലേജിനസ് അല്ലെ, എൻഡോസ്കെലട്ടൺ ഈസ് മേഡപ്പ് ഓഫ് കാർട്ടിലേജ് ആണ്. അതേസമയം ഓസ്റ്റിക് തൈസിന് ബോണി എൻഡോസ്കെലറ്റൺ ബോൺസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി കാർട്ടിലേജിനസ് ഫിഷസിന് നോ എയർ ബ്ലാഡർ ഇല്ല. പക്ഷെ അതേസമയം ഓസ്റ്റിക് തൈസിനോ എയർ ബ്ലാഡർ ഉണ്ട്. ഇനി കോൺട്രിക്ടൈസിനാണെങ്കിൽ അവർക്ക് പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ്.
അതേസമയം ഓസ്റ്റിക് തൈസിനോ അവർക്ക് സൈക്ലോയിഡ് സ്കെയിൽസ് ആണ്, സൈക്ലോയിഡ് സ്കെയിൽസ്. ഇനി കോൺട്രിക് തൈസിനാണെങ്കിലോ ഒപ്പേർക്കുലം ഇല്ല. പക്ഷെ അതേസമയം ഓസ്റ്റിക് തൈസിനോ ഒപ്പേർക്കുലം പ്രസന്റ് ആണ്. ഒപ്പേർക്കുലം എന്ന് ഓർമ്മ വന്നില്ലെങ്കിൽ ഗിൽ കവർ എന്ന് എഴുതിയാലും മതി കേട്ടോ, ഗിൽ കവർ എന്ന് എഴുതിയാലും മാർക്ക് തരും. ഓക്കെ, സോ ഇറ്റ് ഇസ് വെരി ഈസി ക്വസ്റ്റ്യൻ, റൈറ്റ്? വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺട്രിക് തൈസും ഓസ്റ്റിക് തൈസും തമ്മിലുള്ള ഡിഫറൻസ്. മക്കളെ ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു, ഇതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടിയാണ് ഈ പറയുന്ന കോൺട്രിക് തൈസും ഓസ്റ്റിക് തൈസും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കണേ. Next question. Which among the following statements about frog is or are incorrect? Rewrite them correctly. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുകയാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സെന്റൻസ് എന്താ നോക്കാം മക്കളെ. ഇൻ വാട്ടർ ഇറ്റ് റെസ്പയർസ് ത്രൂ സ്കിൻ. അല്ലെ, അയ്യോ അത് സ്കിന്നാണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ. ഇറ്റ് ഇസ് റെസ്പയർസ് ടു സ്കിൻ ആണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾ അത് കറക്റ്റ് ആക്കിക്കോളൂ. ഓക്കെ, സ്കിന്നാണ്. ഇൻ വാട്ടർ ഇറ്റ് റെസ്പയർസ് ത്രൂ സ്കിൻ. സ്കിന്നിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, റെസ്പയർ ചെയ്യുന്നത്. കറക്റ്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്, സ്കിന്നാണത്. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ അത് വെട്ടി എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, യു ഗെറ്റ് മാർക്സ്. ഓക്കെ, റൈറ്റ്. അടുത്ത സൈനസ് വെനോസസ് റിസീവ്സ് ബ്ലഡ് ത്രൂ വീന കേവ. വീനക്കേവകളിൽ നിന്നുള്ള ബ്ലഡ് വരുന്നത് സൈനസ് വെനോസസിലേക്കാണ്. അതിൽ നിന്നാണ് ബ്ലഡ് ഹൃദയത്തിലേക്ക് ആ ബ്ലഡ് പോകുന്നത്. ദാറ്റ് ഈസ് ഓൾസോ എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. അടുത്ത വീനസ് കണക്ഷൻ ബിറ്റ്വീൻ ലിവർ ആൻഡ് ഇൻഡസ്റ്റൈൻ ഈസ് കോൾഡ് റീനൽ പോർട്ടൽ സിസ്റ്റം. വീനസ് കണക്ഷൻ ബിറ്റ്വീൻ ലിവർ ആൻഡ് ഇൻഡസ്റ്റൈൻ, ലിവറിനെയും ഇൻഡസ്റ്റൈനെയും കണക്ട് ചെയ്യുന്നതിനെ റീനൽ എന്നല്ല വിളിക്കുന്നത്, പിന്നെ എന്താ വിളിക്കുന്നത്, ഹെപ്പാറ്റിക് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്നാണ് അതിനെ വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ക്ലോയേക്ക ഈസ് എ സ്മോൾ മീഡിയം ചേംബർ യൂസ്ഡ് ഓൺലി ഫോർ ദ പാസേജ് ഓഫ് ഫീക്കൽ മാറ്റർ. തെറ്റ്. ക്ലോയേക്ക എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനും യൂറിനൽ ട്രാക്റ്റിനും വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഓപ്പണിങ്ങിനെയാണ് ക്ലോയേക്ക എന്ന് വിളിക്കുന്നത്. സോ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്, അത് ഈ രീതിയിൽ റീറൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ഇത്രയുമായിരുന്നു ആ ചോദ്യത്തിന്റെ ആൻസർ. നല്ല ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ ഫ്രോഗിനെ ബേസ് ചെയ്തിട്ടുള്ളത്. മക്കളെ ഫൈനൽ എക്സാമിന് ഇതുപോലെ ഒരു ക്വസ്റ്റ്യനെ ഫ്രോഗിനെ ബേസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. 1-2 ക്വസ്റ്റ്യൻ, അതിൽ കൂടുതൽ എന്തായാലും ഫൈനൽ എക്സാമിന് ഉണ്ടാവില്ല. ഓക്കെ അല്ലേടാ? യെസ്, വെരി ഗുഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കുകയാണ്. വാട്ട് ആർ അഗ്നാത്ത? എന്താണ് അഗ്നാത്ത? നമ്മുടെ വെർട്ടിബ്രേറ്റയുടെ ക്ലാസിഫിക്കേഷനിലാണ് അഗ്നാത്ത ആൻഡ് ആത്തോസ്റ്റോമേറ്റ നമ്മൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ വാട്ട് ഈസ് അഗ്നാത്ത? പറയൂ മക്കളെ, എന്താണ് അഗ്നാത്ത? പറഞ്ഞ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. വാട്ട് ഈസ് അഗ്നാത്ത? യെസ്, വെരി ഗുഡ്. ജോലെസ് അല്ലെ, ജോലെസ് ആയിട്ടുള്ള ആൾക്കാരെയാണ്, ജോ ഇല്ലാത്ത ജീവികളെയാണ് അഗ്നാത്ത എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ക്ലാസ് കമ്മിങ് അണ്ടർ വെർട്ടിബ്രേറ്റ വിച്ച് ഇൻക്ലൂഡ്സ് ഓൾ അനിമൽസ് വിച്ച് ഡസ് നോട്ട് ഹാവ് എ ജോ. ജോ ഇല്ലാത്ത ജീവികളുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്, അഗ്നാത്ത എന്ന് വിളിക്കുന്നത്. നെയിം ദ ക്ലാസ് അണ്ടർ അഗ്നാത്ത. അഗ്നാത്തയ്ക്കകത്ത് വരുന്ന ഏതെങ്കിലും ഒരു ക്ലാസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അഗ്നാത്തയ്ക്കകത്ത് വരുന്നത് ആകെ ഒരൊറ്റ ക്ലാസ്സേ ഉള്ളൂ. അത് ഏതായിരുന്നു മക്കളെ? സൈക്ലോസ്റ്റൊമേറ്റ അല്ലേ. അപ്പൊ സൈക്ലോസ്റ്റൊമേറ്റ മാത്രമാണ് അതിനകത്ത് വരുന്നത്, വേറെ ആരും അതിനകത്ത് ഇല്ല. അപ്പൊ ആ സൈക്ലോസ്റ്റൊമേറ്റ മാത്രം നിങ്ങൾ നെയിം ദ എ ക്ലാസ് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഏത് മാത്രം എഴുതിയാൽ മതി? സൈക്ലോസ്റ്റൊമേറ്റ മാത്രം എഴുതിയാൽ മതി, സൈക്ലോസ്റ്റൊമേറ്റ. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഗീവ് 2 എക്സാമ്പിൾസ്. ഏതെങ്കിലും 2 എക്സാമ്പിൾസ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെട്രോമൈസൻ എഴുതാം, അല്ലെങ്കിൽ മിക്സീൻ അഥവാ ഹാക്ക് ഫിഷ് എഴുതാം. മിക്സീൻ എഴുതാം. പെട്രോമൈസന്റെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് ലാംബ്രേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാംബ്രേ എന്ന് എഴുതാം. അതുപോലെ തന്നെ മിക്സീൻ അഥവാ ഹാക്ക് ഫിഷ്. ഹാക്ക് ഫിഷ് എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് തരും കേട്ടോ. അപ്പൊ പെട്രോമൈസനും എഴുതാം, മിക്സീന് നിങ്ങൾക്ക് എക്സാമ്പിൾസ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ സൈക്ലോസ്റ്റൊമേറ്റ ഈസ് ഓവർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? യെസ്, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും കമന്റ് ചെയ്യണം. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. ഇറ്റ്സ് വെരി ഈസി, ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ആൻസർ ചെയ്യല്ലോ, സെറ്റ് അല്ലേ? യെസ്, എല്ലാവരും ആൻസർ ചെയ്യണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In annelids, body surface is distinctly marked into. കുറെ കുഞ്ഞു റിങ്സ് പോലെയാണ് അത് കിടക്കുന്നത് അല്ലേ. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ്. ദ ഓപ്ഷൻസ് എല്ലാം മുകളിൽ തന്നെ ഉണ്ട്. അവിടുന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ഇവിടെ വെച്ചാൽ മാത്രം മതി. അനലിഡിയുടെ കേസിൽ ബോഡി ഇങ്ങനെ കുഞ്ഞു റിങ്ങുകൾ പോലെ ഡിവിഷൻ ചെയ്തിട്ടുണ്ട് അല്ലെ.
യെസ്, ഇന്റേണലിയും എക്സ്റ്റേണലിയും ഒക്കെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബോഡി സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേര് പറഞ്ഞ മക്കളെ, വേഗം പറഞ്ഞേ. യെസ് യെസ് യെസ്, കുറെ പേര് പറയുന്നുണ്ട്, പറയാത്തവരും പറയൂ. യെസ്, അത് തന്നെ, ഇറ്റ് ഈസ് കോൾഡ് മെറ്റാമിയർ. മെറ്റാമിയർ. ഓക്കെ, മെറ്റാമിയർ എന്നാണ് നമ്മൾ ആ ഓരോ റിങ്സിനെയും പറയുന്ന പേര്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ആർ യൂസ്ഡ് ഫോർ ആങ്കറേജ്, ഡിഫെൻസ് ആൻഡ് ക്യാപ്ചർ ഓഫ് ഫുഡ്. അപ്പോൾ ആങ്കറേജിൽ നിൽക്കാനും അടിച്ചോട്ടിക്കാനും ഓക്കെ ഫുഡ് ക്യാപ്ചർ ചെയ്യാനും ഒക്കെ ഉപയോഗിക്കുന്ന ആ സാധനത്തിന്റെ പേരാണ് ചോദ്യം. അതിന്റെ പേരെന്താ മക്കളെ? യെസ്, ഇറ്റ് ഈസ് കോൾഡ് നിഡോസൈറ്റ്സ്. യെസ്, വെരി ഗുഡ്. നിഡോസൈറ്റ്സ് അല്ലെ, നിഡോസൈറ്റ്സ്. ആ സെല്ലുകൾ അവരുടെ പ്രത്യേകത കൂടിയാണ് അല്ലെ, നിഡേറിയൻസിന്റെ പ്രത്യേകതയാണ് നിഡോസൈറ്റ്സ്. അടുത്ത ചോദ്യം, ഇൻ സ്പോഞ്ചസ് ബോഡി ഈസ് സപ്പോർട്ടഡ് ബൈ സ്കെലറ്റൻ മേഡ് അപ്പ് ഓഫ്. പൊരിഫറയുടെ എക്സോസ്കെലറ്റൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടെന്നാണ് ഇവിടുത്തെ ചോദ്യം. വേഗം പറയൂ മക്കളെ, വേഗം പറയൂ. യെസ്, ഒരുപാട് പേര് ആൻസർ ചെയ്യുന്നുണ്ട്. കറക്റ്റ്. അതെ, ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സ്പോഞ്ചിൻ ഫൈബേഴ്സ് അല്ലെങ്കിൽ സ്പിക്യൂൾസ്. Spicules അല്ലെങ്കിൽ spongein fibers. Okay, and here the last option, dash, last question, dash helps in excretion and osmoregulation in annelids. അനലിഡയുടെ കേസിൽ എക്സ്ക്രീഷനും ഓസ്മോ റെഗുലേഷൻ ഈ രണ്ടിനും വേണ്ടി സഹായിക്കുന്നത് യാരെന്ത് തമ്പി, അവന്റെ പേരെന്നാ? സൊല്ല്. യെസ്, വേഗം പറയും മക്കളെ. നെഫ്രീഡിയ. വെരി ഗുഡ്. നെഫ്രീഡിയ കറക്റ്റ് ആണ്. നെഫ്രീഡിയ ആണ് ആൻസർ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും കിട്ടിയില്ലേ? ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ഇത് ആൻസർ പറഞ്ഞില്ലെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. ഇന്നലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കാണാതെ പഠിച്ചു പോയ കാര്യങ്ങളാണ് അല്ലേ? ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ തന്നെ എത്ര പ്രാവശ്യം നമ്മൾ ഈ വേർഡ്സ് ഒക്കെ പറഞ്ഞു, എത്ര പ്രാവശ്യം ഇതൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. യെസ്, വേരിയസ് ടാക്സോണമിക് കാറ്റഗറീസ് ആർ ഗിവൺ ബിലോ. അതിനൊന്ന് അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. KPC of GC. GC അല്ല, GS. KPC of GS, അത് തന്നെ. ആ കോഡ് മാത്രം മതി നമുക്കിവിടെ. KPC of GS, അത്രേ ഉള്ളൂ. ഇത് സ്പീഷീസ് ചേരുമ്പോൾ ജീനസ്, ജീനസുകൾ ചേരുമ്പോൾ ഫാമിലി, ഫാമിലികൾ ചേരുമ്പോൾ ഓർഡർ, ഓർഡറുകൾ ചേരുമ്പോൾ ക്ലാസ്, ക്ലാസുകൾ ചേരുമ്പോൾ ഫൈലം ഓർ ഡിവിഷൻ, ആൻഡ് ഫൈലം ഓർ ഡിവിഷൻ ചേരുമ്പോൾ കിങ്ഡം. ഓക്കെ, അപ്പോൾ ആ 7 പേരെയും നമ്മളിത് അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരൊറ്റ കോഡ് മതി, KPC of GS കോഡ് മാത്രം മതി. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചോദ്യത്തിന് ആൻസർ ചെയ്യാം. ആൻഡ് ദിസ് ഇസ് എ ഷുവർ ക്വസ്റ്റ്യൻ. ഒരുപാട് പേർക്ക് ഇത് ശരിയായി കാണുമെന്ന് എനിക്കറിയാം, കാരണം ഇത് തെറ്റിക്കാൻ ഒരു സാധ്യതയില്ല. തെറ്റിച്ചാൽ തെറ്റിക്കാൻ ഒരു സാധ്യത ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതി കാണും, സൂപ്പറായിട്ട് മാർക്ക് സ്കോർ ചെയ്ത് കാണും അല്ലേ? എങ്കിൽ here comes the last question from zoology part. Define species. എന്താണ് സ്പീഷീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ലോവസ്റ്റ് ഓർ ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത്? സ്പീഷീസ് എന്ന് പറയുന്നത്. ബേസിക്, ഏറ്റവും ചെറിയ ടാക്സോൺ ആണ് ഏതെന്ന് പറയുന്നത്? സ്പീഷീസ് എന്ന് പറയുന്നത്. അടുത്ത, റൈറ്റ് ദ സയന്റിഫിക് നെയിം ഓഫ്. സയന്റിഫിക് നെയിം എഴുതാനാ. ആദ്യത്തെ പൊട്ടറ്റോ. മക്കളെ, ഇന്നലെ കുറച്ച് പേര് പറഞ്ഞിരുന്നു പൊട്ടറ്റോയുടെ സയന്റിഫിക് നെയിം. ഇന്ന് ആര് ആദ്യം പറയും നോക്കട്ടെ? വേഗം വേഗം. പൊട്ടറ്റോയുടെ സയന്റിഫിക് നെയിം എന്താണ്? വേഗം ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇന്നലെ കുറച്ച് പേര് പറഞ്ഞിരുന്നു, ഇന്ന് അത് കേട്ട് ഒരുപാട് പേര് പഠിച്ചാണോ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ വേഗം പറഞ്ഞേ പൊട്ടറ്റോയുടെ സയന്റിഫിക് നെയിം. വെരി ഗുഡ്. സൊളാനം ട്യൂബറോസം അല്ലേ? സൊളാനം ട്യൂബറോസം. സെപ്പറേറ്റ് അണ്ടർലൈൻ ചെയ്തോളണേ. സൊളാനം ട്യൂബറോസം. ലയന്റെ സയന്റിഫിക് നെയിം ചോദിച്ചിട്ടുണ്ട്. പാന്തേര ലിയോ. ഓക്കെ, പാന്തേര ലിയോ എന്നാണ് ആരുടെ സയന്റിഫിക് നെയിം വരുന്നത്? ലയന്റെ സയന്റിഫിക് നെയിം വരുന്നത്. അപ്പൊ ലയന്റെ സയന്റിഫിക് നെയിം അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ ഈസി ആയിട്ട് എന്ത് ചെയ്തു? ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പാന്തേര ലിയോ എന്ന് പറയുന്നത്. ഓക്കെ, പാന്തേര ലിയോ.
ഡൺ. അപ്പൊ അത് നമ്മൾ ഈസി ആയിട്ട് എഴുതി. അണ്ടർലൈൻ ചെയ്തില്ലെങ്കിലും തൽക്കാലം മാർക്ക് നിങ്ങൾക്ക് തരും. പക്ഷെ എന്നാലും സയന്റിഫിക് നെയിം എഴുതുമ്പോൾ അത് റൂളാണ്, മറക്കരുത്. സെപ്പറേറ്റ് തന്നെ അണ്ടർലൈൻ ചെയ്യണം. ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും വേണം കേട്ടോ. യെസ്, അങ്ങനെ സുവോളജിയിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ബോട്ടണിയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതിനു മുന്നേ 30 എത്ര പേർക്ക് കിട്ടിയെന്ന് അറിയട്ടെ. യെസ്, 30 മാർക്ക് എത്ര പേർക്കുണ്ട്? അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്ക്. കിട്ടിയ മാർക്ക് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്ക്. യെസ്. ഇനി പരീക്ഷ എഴുതിയില്ലെങ്കിലും ഇത് എഴുതിയിരുന്നെങ്കിൽ എല്ലാം ശരിയാകുമായിരുന്നു എന്നുകൂടി ഒന്ന് ചിന്തിക്കുക. എന്നും കൂടി ഒന്ന് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. യെസ്, ഒരുപാട് പേർ കൂടെ നല്ല മാർക്ക് പറയുന്നുണ്ട്. യെസ്, 30 out of 30 പറയുന്നുണ്ട്. വെരി ഗുഡ്. 28, 29 ഒക്കെ പറയുന്നുണ്ട്. 27 ഓക്കെ. 27 വരെ A+ ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇനി അതിൽ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് പാഠം പഠിച്ചല്ലോ, തെറ്റിപ്പോയത് എവിടേക്കെന്ന് മനസ്സിലാക്കിയല്ലോ. അത്രേ ഉള്ളൂ. തെറ്റ് എന്തായാലും വരും. തെറ്റ് പറ്റാത്തവരായി ആരുണ്ട് രാമു എന്നല്ലേ ചോദിക്കുന്നത്. അപ്പൊ തെറ്റ് എന്തായാലും സംഭവിക്കും. പക്ഷെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം, അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി ഈ തെറ്റ് എങ്ങാനും ആവർത്തിച്ചാൽ സോ ഇതൊരിക്കലും ഇനി ആവർത്തിക്കാൻ പാടില്ല കേട്ടോ. ക്ലിയർ കട്ടായിട്ട് പഠിച്ചു വെച്ചേക്കാം. അങ്ങനെയെങ്കിൽ ബോട്ടണിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ കിടക്കാൻ പോവുകയാണ്. Choose the correct answer from the following. AIDS in human being is caused by. മക്കളെ, എയ്ഡ്സിന്റെ കാരണക്കാരൻ HIV വൈറസുകളാണ്. സോ എയ്ഡ്സ് നമുക്ക് ഉണ്ടാക്കുന്നത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ സി, വൈറസ് ഈസ് ദി റൈറ്റ് ആൻസർ. വൈറസുകളാണ് നമുക്ക് എയ്ഡ്സിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് പെയർ. ലൈക്കൻസ് അസോസിയേഷൻ ഓഫ് ഫംഗൈ ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. അയ്യോ, തെറ്റിപ്പോയി. ലൈക്കൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഗയും ഫംഗയും തമ്മിലുള്ള അസോസിയേഷൻ ആണ്. ആൽഗൽ പാർട്ടിനെ ഫൈക്കോബായ ഉണ്ടെന്നും ഫംഗൽ പാർട്ടിനെ മൈക്കോബായ ഉണ്ടെന്നും വിളിക്കുന്ന, അവർ തമ്മിൽ വളരെ സൗഹൃദപരമായിട്ട് ജീവിക്കുന്ന ദാമ്പത്യ ജീവിതത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈക്കൻസ്. സോ അവരുടെയാണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. തെറ്റിപ്പോയി, അത് കറക്റ്റ് അല്ല. സാപ്രോഫൈറ്റ്സ് അബ്സോർബ് ഓർഗാനിക് മാറ്റർ ഫ്രം ഡെഡ് സബ്സ്ട്രേറ്റ്സ്. സാപ്രോഫൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചത്തതും അഴുകിയതുമായിട്ടുള്ള ഡെഡ് ആൻഡ് ഡീക്കേഡ് ആയിട്ടുള്ള സാധനങ്ങളിൽ നിന്നും ഫുഡ് എടുക്കുന്ന ജീവികളെയാണ് സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് കറക്റ്റ് അല്ലേ? ഫംഗൈ ഒക്കെ, ഒരുപാട് ഫംഗസ് ഒക്കെ ആ കാറ്റഗറി പെട്ടവരാണ്. സോ ദാറ്റ് ഇസ് എ കറക്റ്റ് വൺ. അടുത്ത മൈക്കോറൈസ, അസോസിയേഷൻ ഓഫ് ഫംഗൈ ആൻഡ് ആൽഗെ. തെറ്റിപ്പോയി, അത് ആദ്യം തന്നിരുന്നതാണ്. ഫംഗയും റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സും തമ്മിലുള്ള അസോസിയേഷനെയാണ് മൈക്കോറൈസ എന്ന് വിളിക്കുന്നത്. അപ്പൊ ആകെ അതിനകത്ത് ഒന്ന് മാത്രമേ ഉള്ളൂ ശരി അല്ലെ? ഓപ്ഷൻ രണ്ടാമത്തെ മാത്രമാണ് കറക്റ്റ്. ഒരുപാട് പേര് കറക്റ്റ് ചെയ്യുന്നുണ്ട്, കറക്റ്റ് പറയുന്നുണ്ട്. കറക്റ്റ് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ശരി. സോ അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ ഓപ്ഷൻ ബി ആണ് അല്ലെ? സാപ്രോഫൈറ്റ്സ് ആണ് കറക്റ്റ്. അടുത്തതിലേക്ക് പോട്ടെ. Observe the figure given below. It shows two phases in the life cycle of Funaria. Identify and write the phase marked as A. അപ്പോൾ ഒരു എ എന്ന് പറഞ്ഞൊരു ഫേസ് അവിടെ തന്നിട്ടുണ്ട്. അത് ഏത് ഫേസ് എന്നാണ് ചോദ്യം. നമുക്ക് ആ ഫിഗർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഫ്യൂനേറിയയുടെ ആ ഫിഗർ. അപ്പോൾ അതിൽ എ പാർട്ട് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് സ്പോറോഫൈറ്റ് ആണ്. മറക്കല്ലേ മക്കളെ, ദാറ്റ് ഇസ് സ്പോറോഫൈറ്റ്. താഴെയുള്ളത് ഗമേറ്റോഫൈറ്റ് ആണ്. ഗമേറ്റോഫൈറ്റിന്റെ മുകളിലാണ് സ്പോറോഫൈറ്റ്. ഗമേറ്റോഫൈറ്റ് എന്ന് വെച്ചാൽ ഗമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളത്. സ്പോറോഫൈറ്റ് എന്ന് വെച്ചാൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളത്. അപ്പോൾ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഭാഗമാണ് സ്പോറോഫൈറ്റ്. ആ സ്പോർ പ്രൊഡ്യൂസിങ് സ്ട്രക്ചറാണ് അവിടെ കണ്ട ഇങ്ങനെ ഇരിക്കുന്നത്, ക്യാപ്സ്യൂൾ. ആ ക്യാപ്സ്യൂളിൽ നിന്നാണ് സ്പോർസ് ഇങ്ങനെ റിലീസ് ചെയ്യുന്നത്. സ്പോർസ് വളർന്ന് എന്തായിട്ട് മാറും? അടുത്ത ഗമേറ്റോഫൈറ്റ് ആയിട്ട് മാറും. ഇതാണ് അവരുടെ ലൈഫ് സൈക്കിൾ അല്ലെ? ഇങ്ങനെയാണ് അവരുടെ ലൈഫ് സൈക്കിൾ മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. മാച്ച് ദി ഫോളോയിങ് ആണ്. അമീബോയിഡ് പ്രോട്ടോസോവൻ തന്നിട്ടുണ്ട് അല്ലെ? അമീബോയിഡ് പ്രോട്ടോസോവൻ, അമീബയെ പോലെ ഇരിക്കുന്നത്. എൻ്റെ അമീബേ, യെസ് അത് തന്നെ, എൻറ്റമീബ. സോ അമീബോയിഡ് പ്രോട്ടോസോവന്റെ എക്സാമ്പിൾ ഏതാണ്? എൻറ്റമീബ. എൻറ്റമീബ വളഞ്ഞു പോയോ? അവനെ നമുക്ക് നേരെ നിവർത്തി നിർത്തിയാലോ? യെസ്, എൻറ്റമീബ എങ്കിൽ എൻറ്റമീബ. എൻറ്റമീബ. അടുത്ത ഫ്ലജല്ലേറ്റഡ് പ്രോട്ടോസോവൻ, നമുക്ക് സ്ലീപ്പിംഗ് സിക്നെസിന്റെ കാരണക്കാരനാണത്. ട്രിപ്പനോസോമയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. സീലിയേറ്റഡ്, സീലിയ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മനസ്സിലേക്ക് ഓടിത്തുന്ന ആരാ? പാരമീസിയം അല്ലെ? സോ പാരമീസിയം. അടുത്ത സ്പോറോസോവൻസ്, മലേറിയയ്ക്ക് കാരണക്കാരനായിട്ടുള്ള പ്ലാസ്മോഡിയം. സോ പ്ലാസ്മോഡിയം ആണ് മലേറിയൽ പാരസൈറ്റ് എന്ന് പറയുന്നത്. പ്ലാസ്മോഡിയം, അതാണ് സ്പോറോസോവൻസിൽ വരുന്നത്. ഓക്കെ അല്ലേടാ? എല്ലാവർക്കും ശരിയായോ? മാച്ച് ദി ഫോളോയിങ്. യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ഫംഗസ് ഇൻ മൈക്കോറൈസ? മൈക്കോറൈസയിൽ ഫംഗസിന്റെ റോൾ എന്താണ്? നമുക്കറിയാം മൈക്കോറൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗസും റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സും തമ്മിലുള്ള അസോസിയേഷനെയാണ്, സിംബയോട്ടിക് അസോസിയേഷനെയാണ് നമ്മൾ
മൈക്കോറൈസ എന്ന് വിളിക്കുന്നത്. ഈ മൈക്കോറൈസൽ അസോസിയേഷൻ വരുമ്പോൾ എന്താ സംഭവം അറിയാമോ? ഈ ഫംഗസ് നമ്മുടെ മണ്ണിലുള്ള ഫോസ്ഫറസിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ ഫോസ്ഫറസിന്റെ അബ്സോർപ്ഷൻ സഹായിക്കും. ചെടികൾക്ക് ഫോസ്ഫറസ് സൊലുബിലൈസ് ചെയ്ത് കൊടുക്കും. ഗ്ലോമസ് സ്പീഷീസ് എന്ന് പറയുന്ന ഫംഗസുകളാണ് ആക്ച്വലി ഇത് ചെയ്തു കൊടുക്കുന്നത്. അപ്പം മണ്ണിൽ നിന്ന് ഫോസ്ഫറസ് വലിച്ചെടുക്കാൻ എളുപ്പത്തിൽ പഠിക്കും? ഈ മരങ്ങൾ. തിരിച്ച് മരങ്ങളോ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കുറച്ച് ആർക്ക് കൂടി കൊടുക്കും? ഫംഗസിന്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതാണല്ലോ അസോസിയേഷൻ എന്ന് പറയുന്നത്. യെസ്, അതാണ്. അപ്പോൾ ഫംഗസിന്റെ റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഫോർ ദ പ്ലാന്റ്സ് ടു അബ്സോർബ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് അബ്സോർബ് ചെയ്യാൻ ചെടികളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഫംഗസുകൾ ചെയ്തു കൊടുക്കുന്ന സഹായം. ഓക്കെ, സോ 5ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. യെസ്, വളരെ ഈസി ആയിട്ടുള്ള ഒരു ഡയഗ്രാം. എന്താ ഡയഗ്രത്തിൽ ചോദിച്ചിരിക്കുന്നത്? ഐഡന്റിഫൈ ദി ഓർഗാനിസംസ്. ഈ ഓർഗാനിസം യാര് എന്നാണ് ചോദ്യം. ആരാണ് ഇവൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേറെ ആരുമല്ല മക്കളെ, ഇതൊരു വൈറസ് ആണ്. എസ്പെഷ്യലി ഇത് ടൊബാക്കോ മൊസൈക് വൈറസ് ആണ്. ഓക്കെ, ടൊബാക്കോ മൊസൈക് വൈറസ് ആണ്. നിങ്ങളിപ്പോൾ തൽക്കാലം വൈറസ് എന്ന് എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. ടൊബാക്കോ മൊസൈക് വൈറസ് TMV എന്ന് എഴുതിയാൽ ഫുൾ മാർക്ക്, അല്ലെങ്കിലും മാർക്ക് തന്നെ. ഓക്കെ, സോ എന്നാലും അതിന്റെ സ്പെസിഫിക് കറക്റ്റ് ആൻസർ TMV ആണേ. മാർക്ക് ദ പാർട്സ് ലേബിൾഡ് ആസ് 1 and 2. 1 എന്നും 2 എന്നും അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, 1 എന്ന് പറയുന്ന RNA ആണ്. 2 എന്ന് പറയുന്നത് അതിന്റെ പ്രോട്ടീൻ ലെയർ ആയിട്ടുള്ള ക്യാപ്സിഡ് ആണ് കേട്ടോ. സോ RNA ആണ് 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. 2 എന്ന് പറയുന്നത് ക്യാപ്സിഡ് ആണ്, മറക്കരുത് കേട്ടോ. അടുത്തതിലേക്ക് പോയാലോ നമുക്ക്. യെസ്, 7th ക്വസ്റ്റ്യൻ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒന്നും അല്ല, അത് ആക്ച്വലി അല്ലാതെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുകയാണ്. വിച്ച് ക്ലാസ് ഓഫ് ആൽഗെ ഈസ് കോമൺലി നോൺ ആസ് റെഡ് ആൽഗെ? റെഡ് ആൽഗെ എന്ന് അറിയപ്പെടുന്നത് ആര് എന്നാണ്. ഓക്കെ, സോ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? വിച്ച് ക്ലാസ് ഓഫ് ആൽഗെ ഈസ് കോമൺലി നോൺ ആസ് റെഡ് ആൽഗെ? റെഡ് ആൽഗെ എന്ന് അറിയപ്പെടുന്നത് ഏത് ക്ലാസ് ആണ് എന്നാണ്. ആർ. അത് തന്നെ, റെഡ് ആൽഗെ എന്ന് അറിയപ്പെടുന്നത് റൊഡോഫൈസേ. കണ്ടോ, RR, അതാണ് ഞാൻ പറഞ്ഞത്, റൊഡോഫൈസേ. കാരണം നമുക്ക് പറയാൻ നല്ല എളുപ്പോ, അതിനകത്ത് 2ലും R ഉണ്ട്. റൊഡോഫൈസേ ആണ് റെഡ് ആൽഗെ. ഓക്കെ, അടുത്ത നെയിം ദ വാട്ടർ ഹോൾഡിംഗ് സബ്സ്റ്റൻസ് പ്രസന്റ് ഇൻ ദിസ് ആൽഗെ. നമുക്കറിയാം ഇതിനകത്ത് കെരാജീനും കരാജീനും എന്ന് പറയുന്ന 2 ആൽഗകൾക്ക് വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മൾ അതിനെ എന്താ വിളിക്കുന്നത്? ഹൈഡ്രോക്ലോയിഡ്സ് എന്ന് വിളിക്കും അല്ലെ. ഹൈഡ്രോക്ലോയിഡ്സ്. അപ്പോൾ ഹൈഡ്രോക്ലോയിഡ്സ് ആയിട്ടുള്ള ഉപയോഗിക്കുന്ന ആൽഗകൾ ഏതാണെന്ന് അറിയാമോ? ആൽജിനും കരാജീനുമാണ്. അതിൽ കരാജീൻ എന്ന് പറയുന്നത് ഒരു റെഡ് ആൽഗയാണ് കേട്ടോ. കരാജീൻ ഒരു റെഡ് ആൽഗയാണ്. അപ്പോൾ ഹൈഡ്രോക്ലോയിഡ്സ് എന്നാണ് നമ്മൾ അത്തരത്തിൽ വാട്ടർ ഹോൾഡ് ചെയ്യാൻ കഴിവുള്ള ആൽഗകളെ പറയുന്നത്. ഹൈഡ്രോക്ലോയിഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഹൈഡ്രോക്ലോയിഡ്സ് എന്ന് വെച്ചാൽ വെള്ളം പിടിച്ചു വെക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഉള്ള വസ്തുക്കളെയാണ് നമ്മൾ ഹൈഡ്രോക്ലോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, കരാജീനിനെയാണ് നമ്മൾ ഹൈഡ്രോക്ലോയിഡ്സ് ആയിട്ട് ജനറലി യൂസ് ചെയ്യാറുള്ളത്. ബ്രൗൺ ആൽഗ ആയിട്ടുള്ള ആൽജിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Cell wall deposits of diatoms are called diatomaceous earth. Write 2 uses of it. നമുക്കറിയാം ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് പറയുന്നത് ചീഫ് പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഓഷ്യൻ എന്ന് ഡയാറ്റംസിന് അറിയപ്പെടാൻ തന്നെ കാര്യം അവരുടെ സെൽ വോൾ നിറച്ച് സിലിക്കയാണ് അല്ലേ. അപ്പോൾ സിലിക്ക കൊണ്ടുള്ള സെൽ വോൾ മണ്ണിൽ വീണ് ആ മണ്ണ് മുഴുവൻ സിലിക്ക ഡെപ്പോസിഷനായിട്ട് മാറും. ആ മണ്ണിനെയാണ് നമ്മൾ ഡയാറ്റോമേഷ്യസ് എർത്ത് എന്ന് വിളിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് പോളിഷിംഗ് ഇൻഡസ്ട്രികളിൽ ഉപയോഗിക്കാം, പോളിഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഓയിൽ ഫിൽട്രേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, സിറപ്പുകളുടെയൊക്കെ ഫിൽട്രേഷന് വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ പലരുടെയും പല യൂസസ് ആണ് ഏതിനുള്ളത്? ഈ പറയുന്ന ഡയാറ്റോമേഷ്യസ് എർത്തിനുള്ളത്. നെയിം ദ ഗ്രൂപ്പ് ഇൻ വിച്ച് ഡയാറ്റംസ് ബിലോങ്സ് ടു. ഏത് ഗ്രൂപ്പിലാണ് ആക്ച്വലി ഡയാറ്റംസ് വരുന്നത്? അത് ക്രൈസോഫൈറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്താണ് ആര് വരുന്നത്? ഡയാറ്റംസ് അഥവാ അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ ആൽഗെ അഥവാ ഡെസ്മിഡ്സ് ഒക്കെ വരുന്നത് ഈ ക്രൈസോഫൈറ്റ്സിനകത്താണ്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേടാ? കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ലേ? വെരി ഗുഡ്. ആൻസേഴ്സ് ഒക്കെ നല്ലപോലെ കുട്ടികൾ പറയുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. അടുത്ത ചോദ്യം. അഗർ ഈസ് എ കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം റെഡ് ആൽഗെ. റെഡ് ആൽഗയിൽ നിന്ന് കിട്ടുന്ന ഒരു കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റ് ആണ് അഗർ. നെയിം the 2 algae which can be used to produce agar. അഗർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 2 ആൽഗകളുടെ പേര്. 2 റെഡ് ആൽഗയാണ് കേട്ടോ. ഒന്ന് ജലീഡിയം ആൻഡ് ഗ്രാസിലേറിയ. ഇത് ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നത് G² എന്നാണ്. GG അതാണ് ജലീഡിയം ആൻഡ് ഗ്രാസിലേറിയ. അപ്പൊ 2 Gകളാണ്, ജലീഡിയവും ഗ്രാസിലേറിയയും.
അതിൻ്റെ ഉപയോഗം എന്താ? ഒന്ന് ജെൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുക, അത് തന്നെയാണ്. അതാണ് ജെൽ ഓർത്ത് വയ്ക്കാൻ നല്ല എളുപ്പം, ജിൽ എന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ, സോ ജെൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, പുഡിങ്സ് ഉണ്ടാക്കാൻ, ഐസ്ക്രീംസ് ഉണ്ടാക്കാൻ, ബയോടെക്നോളജിയിൽ ടിഷ്യൂ കൾച്ചറിൽ യൂസ് ചെയ്യുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലാണ് ഈ അഗറിന്റെ യൂസ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും ഐസ്ക്രീം എന്ന് എഴുതിയാലൊക്കെ മാർക്ക് തരും കേട്ടോ. അതിലൊക്കെ ആണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്? അഗർ ഉപയോഗിക്കുന്നത്. അത് കടലിലുള്ള ഒരു കളയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. ജലീഡിയം ആൻഡ് ഗ്രാസിലേറിയ എന്ന് പറയുന്ന റെഡ് ആൽഗകളിൽ നിന്നാണ് അഗർ ഉണ്ടാക്കി എടുക്കുന്നത്. ഓക്കെ, നമ്മൾ കടകളിൽ ചൈന ഗ്രാസ് എന്നൊക്കെ പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടില്ലേ, അതാണ് സാധനം. യെസ്, വെരി ഗുഡ്. ഓക്കെ, ശരി. ഇതുവരെ എല്ലാം ശരിയായി എങ്കിൽ എല്ലാവരും ഒന്ന് ഫയർ ഇമോജി ഇട്ടേക്കടാ. ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓക്കെ ആണ്, ശരിയായിട്ട് ഫുൾ മാർക്ക് കിട്ടിയെങ്കിൽ എല്ലാവരും ഒന്ന് എന്താ ചെയ്യേണ്ടത്? ഫയർ ഇമോജി. യെസ്, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ആ കമന്റ് ബോക്സിൽ ഇങ്ങനെ ഫയർ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. യെസ്, ഓക്കെ. Bacteria are classified into different types based on their shapes. Write the name of shape of each of them. Okay, ശരി. അപ്പോൾ നമുക്കറിയാം ബാക്ടീരിയകളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന അവരുടെ ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ നല്ല രീതി 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലേ. ഒന്ന് സ്ഫെറിക്കൽ ഷേപ്പാണ്. സ്ഫെറിക്കൽ ഷേപ്പ് ഉണ്ട്, അതിന് നമ്മൾ എന്ത് വിളിക്കും? കോക്കസ് അല്ലെങ്കിൽ കോക്കായി എന്ന് വിളിക്കും അല്ലേ. കോക്കസ്, സ്ട്രെപ്റ്റോകോക്കസ്, സ്റ്റെഫൈലോകോക്കസ്, അതൊക്കെയാണ് അതിൽ വരുന്ന ബാക്ടീരിയകൾ. അടുത്തത് റോഡ് ഷേപ്പാണ്. റോഡ് ഷേപ്പ് ആണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് ബേസില്ലസ് എന്നാണ്. ബേസിലസ് തുറിൻജെനസിസ് അല്ലെങ്കിൽ വേറെ ഒരെണ്ണം പറഞ്ഞൂടാ, ലാക്ടോബാസിലസ്, അതൊക്കെ ബാസിലസ് ബാക്ടീരിയകളാണ്. അടുത്തത് സ്പൈറൽ ഷേപ്പാണ്. അടുത്തത് സ്പൈറൽ ഷേപ്ഡ് ആണ്. സ്പൈറൽ ഷേപ്പിന് നമ്മൾ വിളിക്കുന്ന പേരെന്താ? സ്പൈറില്ല അല്ലെ. സ്പൈറില്ല എന്ന് വിളിക്കും അല്ലെ. ദേ ആർ കോൾഡ് സ്പൈറില്ല. ലാസ്റ്റത്തത് കോമ ഷേപ്പാണ്. കോമ ഷേപ്പ് അത് നമ്മൾ വിബ്രിയോ എന്ന് വിളിക്കുന്നത്. വിബ്രിയോ. ഓക്കെ, വിബ്രിയോ കോളറെ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ്. സോ ഇത്രയുമാണ് ഷേപ്പിന്റെ അടിസ്ഥാനത്തിൽ ബാക്ടീരിയയുടെ ക്ലാസിഫിക്കേഷൻ. സ്ഫെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ കോക്കസ് ആണ്, റോഡ് ഷേപ്ഡ് ആണെങ്കിൽ ബാസിലസ് ആണ്, സ്പൈറൽ ഷേപ്ഡ് ആണെങ്കിൽ സ്പൈറില്ലയാണ്, കോമ ഷേപ്പ് ആണെങ്കിൽ വിബ്രിയോ ആണ്. ഓക്കെ, ഡൺ. അപ്പോൾ അത് ക്ലിയർ കട്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ പഠിക്കുകയും ചെയ്യണം കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദി ഫോളോയിങ് ആണ്. വോൾവോക്സ് ഇവിടെ തന്നിട്ടുണ്ട്. വോൾവോക്സ് ആരാ? വിച്ച് ഇസ് എൻ ആൽഗെ അല്ലെ. ഒരു ആൽഗെ ആണ് വോൾവോക്സ് എന്ന് പറയുന്നത്, ഗ്രീൻ ആൽഗെ. സൈക്കസ് ഒരു ജിംനോസ്പേം ആണ് അല്ലെ. ജിംനോസ്പേം ആണ് ഏതെന്ന് പറയുന്നത്? സൈക്കസ്. സൈക്കസ് ഈസ് എ ജിംനോസ്പേം. സൈക്കസ് ഒരു ജിംനോസ്പേം ആണ്. അടുത്ത സെലാജിനല്ല, സാൽവിയ, സെലാജിനല്ല ഒക്കെ ടെറിഡോഫൈറ്റ്സിനകത്ത് വരുന്നതാണ്. സ്ഫാഗ്നം ഒരു മോസ് ആണ്. സ്ഫാഗ്നം എന്താണ്? ബ്രയോഫൈറ്റ്സിനകത്തുള്ള മോസ് കാറ്റഗറി പെട്ടവരാണ് സ്ഫാഗ്നം. ഓക്കെ, സ്ഫാഗ്നം. ഓക്കെ, അത് എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ടുള്ള മാച്ച് ദി ഫോളോയിങ് ആയിരുന്നു. ഈസി ആയിട്ട് അത് നിങ്ങൾ ചെയ്ത് കാണുമെന്ന് എനിക്കറിയാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലാജിനല്ല ആൻഡ് സാൽവീനിയ ആർ ടെറിഡോഫൈറ്റ്സ് വിച്ച് ഷോ ഹെട്രോസ്പോറി. വാട്ട് ഈസ് ഹെട്രോസ്പോറി? എന്താണ് ഹെട്രോ? ഹെട്രോ എന്ന് വെച്ചാൽ ആ വേർഡിൽ നിന്ന് കിട്ടും. ഹെട്രോസ്പോറി എന്ന് വെച്ചാൽ 2 kinds of spores. അതായത് സ്പോറുകൾ, ആൺ സ്പോറും പെൺ സ്പോറും വ്യത്യസ്ത രൂപങ്ങളായിരിക്കും. ചിലപ്പോൾ ഒരാൾ ചെറുതും ഒരാൾ വലുതുമായിരിക്കും. ചിലപ്പോൾ ഒരാൾ അത്രേ ഉള്ളൂ, ഒരാൾ ചെറുതും ഒരാൾ വലുതുമായിരിക്കും അല്ലേ. യെസ്, അങ്ങനെയാണ് ഡിഫറെൻറ്റ്. ആണുങ്ങളെല്ലാം ചില ആൺ സ്പോറുകൾ ചെറുതും പെൺ സ്പോർ വലുതും അങ്ങനെയൊക്കെയാണ് സാധാരണ വരാറ്. അപ്പോൾ അങ്ങനെ സ്പോറുകൾ വളരെ ഡിഫറെൻ്റ് ആണെങ്കിൽ, കാണാൻ ഡിഫറെൻ്റ് ആണ്, മെയിൽ സ്പോറും ഫീമെയിൽ സ്പോറും കാണാൻ ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെട്രോസ്പോറി എന്ന് വിളിക്കുന്നത്. ഗീവ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. ഈ ഹെട്രോസ്പോറി പിന്നീട് സീഡ് ഹാബിറ്റുകളിലേക്ക് ലീഡ് ചെയ്യുന്നു, സീഡിന്റെ ഫോർമേഷനിലേക്ക് ലീഡ് ചെയ്യുന്നു. അത് കൂടുതൽ അഡാപ്റ്റേഷൻസ് ഉണ്ടാക്കുന്നു, അതിന്റെ സർവൈവൽ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് സിഗ്നിഫിക്കൻസ് ഈ ഹെട്രോസ്പോറിക്കുണ്ട്. എവല്യൂഷൻ പരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹെട്രോസ്പോറി ഒരു ലാൻഡ് മാർക്കാണ്. അവിടെ നിന്നാണ് അത് അടുത്ത ടൈപ്പ് ഓഫ് ആൻജിയോസ്പേമിലേക്കും ജിംനോസ്പേമിലേക്ക് പോകാനായിട്ടും അത്തരം ജീവികളുടെ എവല്യൂഷനും സഹായിക്കുന്നത് ഈ ഹെട്രോസ്പോറി എന്ന് പറയുന്ന ഒരു ലാൻഡ് മാർക്കാണ്. ഓക്കെ, സോ അത് കൃത്യമായിട്ട് അതിന്റെ സിഗ്നിഫിക്കൻസ് കൂടി എഴുതുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. യെസ്, അതാ കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഓക്കെ, ക്ലോറോഫൈസെ തന്നിട്ടുണ്ട്. ക്ലോറോഫൈസിന്റെ കോമൺ നെയിം ആണ് ക്ലോറിൻ എന്ന്, ക്ലോറോഫിൽ എന്നൊക്കെ പറയുന്നത് തന്നെ ഗ്രീൻ. അത് തന്നെ ഗ്രീൻ ആൽഗെ. ഇറ്റ് ഈസ് കോൾഡ് ഗ്രീൻ ആൽഗെ. അവരുടെ കേസിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ച് എന്ന ഫോമിലാണ്. അടുത്ത ക്ലാസ് ബ്രൗൺ ആൽഗെയും തന്നിട്ടുണ്ട്. അത് ആരാന്നാ ചോദിച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് ഫിയോഫൈസെ. ഫിയോഫൈസെ.
ഫിയോഫൈസയാണ്, അത് ബ്രൗൺ ആൽഗയിൽ വരുന്നത്. അവരുടെ സ്റ്റോർഡ് ഫുഡ് എന്ന് പറയുന്നത് മാനിറ്റോൾ ആൻഡ് ലാമിനാരിൻ. മാനിറ്റോൾ ആൻഡ് ലാമിനാരിൻ. ഓക്കെ, മാനിറ്റോൾ ആൻഡ് ലാമിനാരിൻ ആണ് അവരുടെ സ്റ്റോർഡ് ഫുഡ്. അടുത്ത റൊഡോഫൈസിന്റെ കോമൺ നെയിം റെഡ് ആൽഗെ എന്നാണ്. റെഡ് ആൽഗെ. റെഡ് ആൽഗയിലാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന രൂപത്തിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. റൊഡോഫൈസയിൽ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, മറക്കരുത് കേട്ടോ. യെസ്, ഗ്ലൈക്കോജനുമായിട്ടൊക്കെ സിമിലാരിറ്റി ഉള്ള ഒരു സാധനമാണ് ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോറിഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നതാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്ന രൂപം. Next question, R.H. Whittaker classified organisms into 5 kingdoms based on certain criteria. Right, any 4 criteria. ഏതെങ്കിലും 4 ക്രൈറ്റീരിയകൾ എഴുതാനാണ് പറയുന്നത്. R.H. Whittaker 1969 അദ്ദേഹം കൊണ്ടുവന്ന 5 kingdom ക്ലാസിഫിക്കേഷൻ ചില ക്രൈറ്റീരിയയുടെ ബേസിസിലായിരുന്നു. ഏതൊക്കെയായിരുന്നു ആ ക്രൈറ്റീരിയകൾ? മക്കളെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ, ഏതൊക്കെയാണ് ആ ക്രൈറ്റീരിയകൾ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേടാ. ഒന്നാമത്തേത് സെൽ സ്ട്രക്ചർ. രണ്ടാമത്തത് താലസ് ഓർഗനൈസേഷൻ ഓർ ബോഡി ഓർഗനൈസേഷൻ. എങ്ങനെ വേണം എഴുതാം കേട്ടോ, ബോഡി ഓർഗനൈസേഷൻ. മൂന്നാമത്തെ റീപ്രൊഡക്ഷൻ. നാലാമത്തത് മോഡ് ഓഫ് ന്യൂട്രീഷൻ. അഞ്ചാമത്തത് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അതായത് സെൽ സ്ട്രക്ചർ, താലസ് ഓർ ബോഡി ഓർഗനൈസേഷൻ ആൻഡ് റീപ്രൊഡക്ഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്, അതായത് എവല്യൂഷണറി റിലേഷൻഷിപ്സ്. ഈ 5 കാര്യങ്ങളാണ് അദ്ദേഹം എടുത്തത് അയാളുടെ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട്. അതിലേതെങ്കിലും ഒരു 4 നിങ്ങൾ എഴുതിയാൽ മതി, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അതാ വരുന്നു 15ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫംഗായി. ഫംഗസിനകത്തുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം അതിനകത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് ആദ്യം അവർ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗമേറ്റുകൾ എന്ത് ചെയ്യുന്നു, ഇവരെല്ലാം ഹാപ്ലോയിഡ് ആയിരിക്കും. ഈ ഗമേറ്റുകൾ ഫെർട്ടിലൈസ് ചെയ്ത് എന്തായിട്ട് മാറും, സൈഗോട്ടായിട്ട് മാറും. ആ സൈഗോട്ടായിട്ട് മാറുന്ന സമയത്ത് ചിലപ്പോൾ ആ ന്യൂക്ലിയസുകൾ ചേരാതെ കിടക്കും. അപ്പോൾ അത് നമ്മൾ ഡൈകാരിയോൺ ഫേസ് അഥവാ N+N ഫേസ് എന്ന് പറയും. പിന്നീട് അത് പ്ലാസ്മോഗമി നടന്നതിന് ശേഷം കാരിയോഗമി നടക്കും. അങ്ങനെ അത് സൈഗോട്ടായിട്ട് മാറും. പക്ഷേ ഈ സൈഗോട്ട് എന്തായിരിക്കും, ഡിപ്ലോയിഡ് ആയിരിക്കും അല്ലേ. ഈ സൈഗോട്ട് പിന്നീട് ഒരു ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ട് വളരും. ഈ ഫ്രൂട്ടിംഗ് ബോഡി വളർന്നതിന് ശേഷം ഈ ഫ്രൂട്ടിംഗ് ബോഡിയിൽ നിന്നാണ് അടുത്ത് എന്ത് ചെയ്യുന്നത്, സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പോർസ് പിന്നീട് ആരായിട്ട് വളരും, ഈ അമ്മ അല്ലെങ്കിൽ അച്ഛൻ പാരന്റ് ഉള്ള ഫംഗസ് പോലെ അവർ വീണ്ടും വളരും. ഇങ്ങനെയാണ് അവരുടെ ലൈഫ് സൈക്കിൾ മുന്നോട്ട് പോകുന്നത്. അപ്പം മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗാനിസംസ് ഉണ്ടോ അല്ലെങ്കിൽ പാർട്ട് ഉണ്ടാകും. അതിൽ നിന്നും അവർ മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത് ഫെർട്ടിലൈസ് ചെയ്ത് സൈഗോട്ട് ആകും. ഈ സൈഗോട്ട് പക്ഷേ ഫ്രൂട്ടിംഗ് ബോഡി ആയിട്ടാണ് വളരുന്നത്, കാരണം അത് ഡിപ്ലോയിഡ് ആണ്. അതിൽ മിയോസിസ് നടക്കുകയും അത് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ആ സ്പോറുകൾ വീണ്ടും വളർന്ന് അച്ഛനെ പോലെ അല്ലെങ്കിൽ അമ്മയെ പോലെ ആയിരിക്കും അവർ കാണാനായിട്ടിരിക്കുന്നത്. സോ ഈ രീതിയിലായിരിക്കും അവരുടെ ഒരു സെക്ഷൽ ലൈഫ് മുന്നോട്ട് പോകുന്നത്. ഫംഗസിന്റെ സെക്ഷൽ ലൈഫും ബ്രയോഫൈറ്റ്സിന്റെ ഒക്കെ സെക്ഷൽ ലൈഫൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുന്നതാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പം എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതാ പിടിച്ചോളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ ഓർഗാനിസംസ്. ഓക്കെ, വാട്ട് ഈസ് എ? ആരാണ് ഇതിനകത്ത് എ എന്നാണ് അടുത്ത ചോദ്യം. സ്റ്റേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് എ എന്നും ചോദിച്ചിട്ടുണ്ട്. മക്കളെ ഇവിടെ തന്നിരിക്കുന്നത് നൊസ്റ്റോക്കിന്റെ ഫിഗർ ആണ്. ഇതൊരു നൊസ്റ്റോക്ക് ആണ്. വാട്ട് ഈസ് എ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഹെട്രോസിസ്റ്റ് ആണ്. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ? അത് നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഓക്കെ, സോ നൈട്രജൻ ഫിക്സേഷന് വേണ്ടി സഹായിക്കുന്ന സ്പെഷ്യലൈസ്ഡ് സെല്ലിനെയാണ് നമ്മൾ ഹെട്രോസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഹെട്രോസിസ്റ്റ് കാണപ്പെടുന്ന നൊസ്റ്റോക്കിന്റെ ഫിഗർ ആണ് ദാ ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ ആർക്കി ബാക്ടീരിയ, യു ബാക്ടീരിയ എന്ന് പറഞ്ഞ് പഠിക്കുന്നല്ലേ മൊണീറയിൽ. ആ ആർക്കി ബാക്ടീരിയ കഴിഞ്ഞുള്ള യു ബാക്ടീരിയയിലാണ് ഈ സൈനോ ബാക്ടീരിയ അഥവാ ബ്ലൂ ഗ്രീൻ ആൽഗകളൊക്കെ വരുന്നത്. ഓക്കെ, ആ സൈനോ ബാക്ടീരിയക്ക് 2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, നൊസ്റ്റോക്കും അനാബീനയും. അതിൽ നൊസ്റ്റോക്കാണ് ദാ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ഓക്കെ, സോ നൊസ്റ്റോക്കിന്റെ ഫിഗർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ? ആൽഗകളുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എന്താണ്? നമുക്കറിയാം ഹൈഡ്രോകൊളോയിഡ്സ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ അല്ലെ. ഹൈഡ്രോകൊളോയിഡ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു ആൽജിനെയും കരാജീനിനെയും. അതുപോലെ തന്നെ ആൽഗകൾ ഉപയോഗിച്ച് നമ്മൾ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് ഞാൻ വീണ്ടും എഴുതുന്നത്. അഗർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ജലീഡിയം ആൻഡ് ഗ്രാസിലേറിയ നമ്മൾ അതിന് വേണ്ടി അഗറിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. സ്പൈറുലീന പോലെയുള്ള ആൽഗകളെ നമുക്ക് SCP സിംഗിൾ സെൽ പ്രോട്ടീന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സിംഗിൾ സെൽ പ്രോട്ടീൻ SCP പ്രോട്ടീൻ്റെ സോഴ്സ് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം.
ക്ലോറല്ല പോലുള്ളവർ തന്നെ മറ്റേ ഈ സ്പേസ് ട്രാവലേഴ്സ് ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് ആൽഗകളെ, കടലിലുള്ള ആൽഗകളെ നമുക്ക് ഫുഡിന്റെ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ആർക്കുണ്ട്? ആൽഗകൾക്കുണ്ട്. ആൽഗ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ആൾ കൂടിയാണ് ആൽഗ. അത് അതിന്റെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെ ഇപ്പൊ എക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചത്, തൊട്ട് അങ്ങനെയുള്ള ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാ ഇമ്പോർട്ടൻസും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. എക്കണോമിക്കും എക്കോളജിക്കലും ഒക്കെ പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേടാ? യെസ്. അങ്ങനെയാണെങ്കിൽ ഇതാ മറ്റൊരു മാച്ച് ദ ഫോളോയിങ്ങുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഈസി ക്വസ്റ്റ്യൻ. ഡബിൾ ഫെർട്ടിലൈസേഷൻ ആരുടെ പ്രത്യേകതയാണ്? അത് ആൻജിയോസ്പേമുകളുടെ പ്രത്യേകതയാണ്. മറക്കരുത്, ആൻജിയോസ്പേമുകളുടെ പ്രത്യേകതയാണ്. ഹെട്രോസ്പോറി നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അത് ടെറിഡോഫൈറ്റ്സിലാണ് നമ്മൾ ഹെട്രോസ്പോറി ആദ്യമായിട്ട് കാണുന്നത്. പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രയോഫൈറ്റ്സിലെ വരുന്ന സ്റ്റേജ് ആണ്. പ്രോട്ടോണിമ സ്റ്റേജും ലീഫി സ്റ്റേജും. നെക്കഡ് സീഡഡ്, തുണി കൊടുക്കാത്ത സീഡുകൾ, അതെ, ജിംനോസ്പേമുകൾക്കാണ് നമ്മൾ നെക്കഡ് സീഡഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് വെരി ഈസി ക്വസ്റ്റ്യൻ പേപ്പർ. മക്കളെ എത്ര മാർക്ക് കിട്ടി? എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി? 60-ൽ 60 കിട്ടിയവരുണ്ടോ? യെസ്, 60-ൽ 60 മാർക്ക് കിട്ടിയവരുണ്ടോ? പറയൂ, 60-ൽ 60 മാർക്ക് കിട്ടിയവരുണ്ടോ? വേഗം. യെസ്, വെരി ഗുഡ്. യെസ്, നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യടാ. എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കണേ. യെസ്, വെരി ഗുഡ്. നന്നായിട്ട് തന്നെ പഠിക്കാം കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ആ പോർഷൻസും ആ ടോപ്പിക്കുകളും വീണ്ടും എടുത്തു വെച്ച് നന്നായിട്ട് പഠിക്കുക. ഫുൾ മാർക്ക്. ഇനി നമുക്ക് അത് വിട്ടൊരു കളിയില്ല. ഈ ഒരു 5 ചാപ്റ്ററിൽ നമുക്ക് തുടങ്ങി. നമുക്ക് മൊത്തം 19 ചാപ്റ്ററാണ് ബയോളജിയിൽ തീർക്കാനുള്ളത്. അതിൽ 5 ചാപ്റ്ററേ നമുക്ക് ആയിട്ടുള്ളൂ. ഇനിയും 14 ചാപ്റ്റർ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. സോ എന്താ കടൽ പോലെ ഇങ്ങനെ കിടക്കുകയാണ് ബയോളജി. പക്ഷെ നമ്മളെല്ലാം സെറ്റാക്കും. അതിനല്ലേ സൈലം കൂടെയുള്ളത്, ഞങ്ങൾ കൂടെയുള്ളത്. സെറ്റാക്കും. ഫുൾ മാർക്ക് നിങ്ങൾക്ക് വാങ്ങിത്തരാം. ട്രസ്റ്റ് സൈലം നിങ്ങൾക്ക് കൂടെ തന്നെ ഉണ്ടാകും. ഫുൾ മാർക്ക് നമ്മൾ വാങ്ങാൻ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, സോ കൂടെ ഉണ്ടാകണം മക്കളെ. അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. സാറ്റിസ്ഫൈഡ് ആണ്, വളരെ ഹാപ്പി. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തിയാലോ? യെസ്, അനദർ ടോപ്പിക്കുമായിട്ട് അനദർ ഡിസ്കഷനിൽ നമ്മൾ എന്തായാലും എത്തുന്നതായിരിക്കും. ഓക്കെ മക്കളെ, സോ ലവ് യു all. See you in the next class. I am Dr. Manu. Bye for now.